സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് UDFന് ഒരു വനിതയെ മാത്രമാണ് പാർലമെന്റിലേക്ക് അയക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളെ മത്സരരംഗത്തിറക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോഴും മടിച്ചു നിൽക്കുകയാണെന്ന് കോൺഗ്രസിന്റെ ഏക വനിതാ MP-യായ സാവിത്രി ലക്ഷ്മൺ പറയുന്നു. വനിതാ സംവരണത്തിലെ പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. രണ്ട് ഘട്ടങ്ങളിലായിട്ട് 2 തവണ MP ആയി. അതിനുശേഷം ഇതുവരെയും കോൺഗ്രസിന് ഒരു MP-യെ ലോക്സഭയിലേക്ക് അയക്കാൻ, വനിതാ MP-യെ ലോക്സഭയിലേക്ക് അയക്കാൻ സാധിച്ചിട്ടില്ല. കഴിവുള്ള വനിതകൾ വരാത്തതാണോ അതോ അവർക്ക് അവസരം നിഷേധിക്കുന്നതാണോ? കഴിവുള്ള വനിതകൾ ഇല്ലാഞ്ഞിട്ടല്ല, അവസരം നിഷേധിക്കപ്പെടുകയാണ്. അവസരം നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ അവസരം കിട്ടണം എന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെയും ആളുകൾ കൊടുക്കില്ല അത്. അപ്പോൾ പിന്നെ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, സംവരണം വേണം. എനിക്ക് ശേഷം എന്നുള്ളത് ഞാൻ ഇപ്പോൾ തുടർച്ചയായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ആരെങ്കിലും വരണേ എന്നുള്ളത്. ഇപ്പോഴത് വന്നില്ലെങ്കിൽ എൻ്റെ പാർട്ടിക്ക് നാണക്കേടാവുമല്ലോ എന്നുള്ള വേദനയുമുണ്ട്. എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് പോലുള്ളൊരു പ്രസ്ഥാനം ഈ വനിതകൾക്ക് അവസരം കൊടുക്കാതിരിക്കുന്നതിനൊരു കാരണം? ഒഴിഞ്ഞു മാറാൻ നിലവിലുള്ള പദവികൾ അലങ്കരിക്കുന്നവർ സ്വാഭാവികമായിട്ടും സ്വമനസ്സാലെ തയ്യാറാവില്ല. പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലും ജനപ്രാതിനിധ്യത്തിൻ്റെ ഔന്നത്യങ്ങളിലും ഒക്കെ പുരുഷന്മാരാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും. ഒരു പുരുഷനെയും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ നോക്കിക്കോളൂ. കേരളത്തിലെ കാര്യം നിശ്ചയിച്ചത് ആരൊക്കെയാണ്? കേരളത്തിലെ KPCC പ്രസിഡന്റ്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, കേരളത്തിൽ നിന്നുള്ള AICC സെക്രട്ടറിമാർ 2 പേര്. ഈ പദവികളിലൊന്നും സ്ത്രീയില്ലല്ലോ കേരളത്തിൽ നിന്ന്. അടുത്ത കാലത്തൊന്നും ഉണ്ടാവും എന്നും പ്രതീക്ഷിക്കുക വയ്യ. ജയിക്കും എന്ന് ഉറപ്പുള്ളൊരു മണ്ഡലത്തിൽ വനിതകളെ മത്സരിപ്പിക്കാൻ തയ്യാറാവാത്തത്? ജയിക്കുന്ന ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ നിയമസഭയിലേക്ക് വനിതകളെ അന്നത്തെ മഹിളാ കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന എൻ്റെ കൂടി ശ്രമത്തിൻ്റെ ഫലമായി നിർത്തിയത് കൊണ്ടാണ് കേരള ചരിത്രത്തിൽ ആകെ ഒരു തവണ മാത്രമേ അത്രയേറെ MLA-മാർ വനിതകൾ നിയമസഭയിൽ കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുള്ളൂ, 2001. അപ്പോൾ വേണമെങ്കിൽ ചക്ക പേരിലും കായ്ക്കും.